ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള ഇ.പി. ജയരാജൻ, എന്നെയും ഇ.പി. ജയരാജനെയും കാണാൻ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവദേക്കർ വന്നു, കണ്ടു, സംസാരിച്ചു. എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയൻ്റെ വീട്ടിലെ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെൻ്റെ ഉറപ്പല്ല, എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് ഇ.പിക്ക് ഉറപ്പ് തരുന്നു. ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാരനെയും കൂട്ടിക്കോ. ഇ.പി പറഞ്ഞ് നടക്കൂല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇ.പി. ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നു കണ്ടു. അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ. ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ, അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി. ജാവദേക്കറിൻ്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായി. അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു. പക്ഷേ സുധാകരന് KPCC കിട്ടിയാൽ ചാടിപ്പോയി. അല്ലെങ്കിൽ സുധാകരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു, അരമനസ്. വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു. 45% കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത് PM-ഓടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. പറയാം, ചോദിക്കൂ. ഞാനും ഇ.പിയും ഇരിക്കുന്നിടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സിയിൽ. അന്ന് ഞാൻ പോയ ടാക്സിയിൽ, അന്ന് ആരോ വീഡിയോ എടുത്ത ടാക്സിയല്ല, അത് വെറും കാർ ഡിസ്കഷൻ. ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാം, പകരം SNC ലാവ്ലിൻ കേസ് ഞങ്ങൾ കൺസീഡ് ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു. നെക്സ്റ്റ്, സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിൻ്റെ ഏകദേശം എത്തി നിൽക്കുകയാണ്, അത് സ്റ്റോപ്പ്.